അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാ പ്രാവെന്ന് വരുന്നൊരു പ്രാവാണിത്. കണ്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ പ്രാവ് നല്ല പ്രാവാന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല ചൊങ്കുണ്ട്. സബ്ജൻ്റെ ഒരു എനക്രോസാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ പ്രാവിലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ പിടിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഇനി ആലോചിക്കണ്ടേ. നമുക്ക് ആവുന്നത്ര നല്ലോണം ശ്രമിച്ചു നോക്കാം. ആ പ്രാവ് നെളുത്ത് കീന്നിന് ആടെ ഒരു ചെറിയൊരു പിടിക്കാനുള്ള സെറ്റപ്പാണ്, ഉള്ളിൽ പോയപാട് ഓടാനുള്ളൊരു പ്ലാന് പോലെ. അപ്പോൾ നമുക്കാവുമെന്നറിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് മേലെ വൈകുന്നേരം ഏതാണ്ട് ആവാനായോണ്ട് ഒന്ന് തീറ്റ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മേലെ വന്നു. അപ്പോഴാണ് ഈ ക്രാനിന് എല്ലാ കൂട്ടത്തിലും ഇതിന് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് നമ്മളെ കണ്ണിലങ്ങ് പെട്ടെ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി ആ പ്രാവിനെ. ഒരു പ്രത്യേക മുഖവും അങ്ങനെയുള്ള ഒരു വലിയ മൂക്കവും ആയിട്ടാണ് ആ പ്രാവ്. അപ്പോൾ നമ്മളെ പ്രാവ് സ്ലോലി നമ്മുടെ ആൺപ്രാവ് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള തിടുക്കലായി. ഇത് നോക്കിയ ഒരു മണ്ടേ പ്രാവ് ആടെ അതാ പേടി വരുമ്പോൾ മാറി നിൽക്കാൻ വേണ്ടി ഇവൻ നോക്കിയാൽ ഈ പൊട്ട ഈടെ പോയിട്ട് വലിയ ഇതിൽ പിടിക്കാൻ പോകും. പ്രാവിനെ പിടിക്കാൻ പോയിട്ട് പ്രാവ് ഇങ്ങനെ നാക്കുമ്പോൾ എന്തായാലും ഓടിപ്പോന്നൊരു പേടിത്തോണ്ടല്ലോ. നമ്മൾ ഏതാണ്ട് 2-3 മിനിറ്റായി പ്രാവ് ഇന്നും മേലത്തെ കുറച്ച് അരികളിലുള്ളത് തിന്നു. ഞാൻ പ്രാവ് നിലത്ത് മാത്രം കീനില്ല. ഇവിടെ കീന് കിട്ടിയാലും എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് പിടിക്കാന്നുള്ള ഐഡിയ മാത്രമേ തലയിൽ ഊന്നുന്നുള്ളൂ. എന്നാലും നമുക്ക് ആദ്യം 2-3 പ്രാവളത ഒന്നത ഇരുന്നിട്ടാണ് ഉള്ളത്. നമ്മളെ വെള്ളച്ചൻ പ്രാവ് അതിൻ്റെ മേലെയും കയറി. ഈ 2 പ്രാവാണെങ്കിലോ അയ്യോ ഇനി അത് എന്നാലും ഡൗട്ടായി. ഇതുപോലെ നമ്മളെ ആ പ്രാവ് കയറി പോലെ ഇതങ്ങ് കയറി കിട്ടിയാൽ നന്നായി. കയറി കിട്ടിയാൽ മെല്ലെ നൈസ് ആയിട്ട് കിട്ടട്ടെ. എന്നിട്ട് ഒരു ഇതെടുത്തിട്ട് ആ മൂടിയപ്പോൾ ഹോൾസ് നമ്മളെ നിലത്തിപ്പം ഇറങ്ങുമെന്നുള്ളൊരു ഇതുണ്ട്. പ്രാവ് ഏതാണ്ട് ഇപ്പം ഇറങ്ങും. ഓക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അയ്യോ ഗൈസ്, അതിൻ്റെ അടുക്കൊരു കാണാൻ പ്രാവ് ഇതാ മേനക്കേരി വരുന്നു. ഇതേടന്ന് ഇപ്പൊ വന്നത്തെ. അയ്യോ ഗൈസ് പണി പാടി. മറ്റേതിൻ്റെ അവിടെ മുട്ടിയുണ്ട് ഇതായിട്ടോ. അതാ ഗൈസ് ഇപ്പോൾ ആ കാടൻ പ്രാവും നമ്മളെ ആരോ ഒരു സബ്ജിയും പൊരിഞ്ഞ തല്ലുണ്ട്. അതാണാന്ന് ഗൈസ്. അത് ആ സബ്ജി അതാണുവാന്ന് ഗൈസ്. അതെ സബ്ജി അതാണാണ്. നല്ല പ്രാവ് ഗൈസ്. അത് ആൺപ്രാവ് വരെയാ കിട്ടിയ പൊളിക്ക്. കുട്ടി അത് ഗൈസ്, എന്നെ കുട്ടിയാണത്. സബ്ജിനെ മേടിച്ചാലില്ലേ നമുക്ക് മറ്റേ പ്രാവിനെ മറ്റേ ബ്ലാക്കും വൈറ്റും പ്രാവിനക്ക് ആണിനെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ആ പ്രാവ് നിലത്ത് കീന്നില്ല. പ്രാവ് ആടെയുള്ള തന്നെ തിന്ന് മരിക്കുകയാണ്. അതെന്തുണ്ടായി ചങ്ങത്തൊരു ഇത് പ്രാവെന്ന നിലത്ത് ചെയ്യാത്ത. നമ്മൾ ചെറുങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് എല്ലാം ആക്കുന്നുണ്ട്. അങ്ങനെ പേടി അങ്ങനെ കുറച്ച് കുറഞ്ഞിനാ പ്രാണി. ഇന്നലെ മെന്നാന്നെല്ലാം വരുന്നുണ്ടത്. ഇപ്പം നോക്കിയാൽ ഇപ്പം നമ്മൾ കുറേ ആക്ഷൻ കാണിക്കാൻ അങ്ങനെ പേടിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ നിലത്തൊന്ന് ഇറങ്ങി അങ്ങനെ ഇങ്ങനെ കിട്ടണം. കയ്യിൽ കിട്ടിയാൽ പൊളിക്കാൻ പ്രാവ് വയസ്സത്. നല്ലോണം ട്രെയിനിങ് കൊടുത്ത് നല്ല ഇതിൽ പറക്കും അത്. പക്ഷെ പറപ്പിക്കുന്ന നമ്മളതിനെ എന്നുവെച്ചാൽ 2-3 വർഷം കഴിഞ്ഞിട്ട് അതിനെ പറപ്പിക്കും. എന്ന് വെച്ചാൽ ആ പ്രാവ് പഴയ സ്ഥലം അതിന് മറക്കണം. അതിപ്പോഴോ നല്ല രീതിയിൽ താമസിക്കുന്നുണ്ട്.
ഇത് കാട, ഇത് നോർമൽ പ്രാവിൻ്റെ കൂടെ ആരോ വളർത്തുന്ന ഇതിൽ പെട്ട് മിസ്സായി പോയതാണെന്ന് കഴിച്ചു. ഈ പ്രാവ് പെട്ടെന്ന് ഏതോ സ്ഥലം മിസ്സായി പോയതാണ് ഈ പ്രാവിന്. ഇതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രാവ് ആരോ വളർത്തിയിട്ട് വിട്ടിയാണ്, ക്രോസ് ചെയ്യിപ്പിട്ട് വിട്ടിയാണ് ഈ പ്രാവിനെ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രാവ് കഴിച്ചത്. സബ്ജ ഒരു ഉറപ്പിക്കാൻ പറ്റിയൊരു പ്രാവ്. നമ്മളെ സബ്ജ പുള്ളിയും നമ്മളെ പറവയായിട്ട് ഇണങ്ങിനി. അവർ രണ്ടാളിപ്പോൾ വലിയൊരു കൂട്ടം. അവർ മുട്ടയടിപ്പിക്കാമെന്ന് അറിയില്ല. അപ്പോൾ അപ്പുറത്തുനിന്നെങ്കിൽ ഒരു ഈകൾ പറന്ന് കളിക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് നമ്മൾ പ്രാവിൻ്റെ ഇതുകൊണ്ട്. ഈകളാണെങ്കിൽ സ്ലോലി ഇങ്ങ് വരുന്നുണ്ട്, എത്തിയതാണ്ട് തീരെ ഡിസ്റ്റൻസിൽ നമ്മളെ പോകുന്നത്. അയ്യോ ഗൈസ്, നമ്മളെ പ്രാവളെങ്ങനെ പ്രാവ് നിലത്തിക്ക് ഞാൻ കുറച്ച് റാഗി ഇട്ട് നോക്കട്ടെ. ഏതാണ്ട് ഒരു കാടൻ പ്രാവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി സ്ലോയിൽ പോയിട്ട് ഒരു റാഗി എടുത്തിട്ട് നമുക്കൊന്ന് ഇട്ട് നോക്കാം. പിന്നെ അതിൻ്റെ മൂടി തുറന്നു ഇതിൻ്റെ അകത്ത് ഇച്ചിരി റാഗി ഉണ്ടാവുമെന്ന് ഇട്ട് നോക്കാം നമുക്ക്. ഒരു കൈൻ്റെ ഇത്ര എടുത്തിടാം. അതിനെ ഇങ്ങനെ ഇട്ടിട്ട് ആകർഷിക്കുന്നുണ്ട്. അവന്ന് വീണൊന്ന് കിട്ടിയാൽ മതി ചോദിച്ചാൽ, പ്രാവിനെ കിട്ടിയാൽ മതി ഞങ്ങൾക്ക്. എൻ്റെ ആഗ്രഹം എങ്ങനെയാണ്, എങ്ങനെയെങ്കിലും അതിനെ കയ്യിലാക്കണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ കയ്യിൽ. അവൾക്ക് ചേച്ചെങ്കിൽ ചെറിയൊരു നമ്മളിപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നത് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞേനി. അപ്പോൾ ഇന്ന് നമ്മൾ കേസൊന്നും അങ്ങനെ വൃത്തിയൊന്നും ആക്കിനില്ല, ആകെ കച്ചട ഇച്ചിരിയാണ്. നമ്മളെ ആ കാണുന്ന ആ പ്രാവിന് നമ്മൾ ചെറുങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റും. നമ്മളെ സാധാ മുട്ടയില്ല, അവിടെ സാധാ കോഴിൻ്റെ മുട്ട, ആ സാധാ കോഴിൻ്റെ മുട്ടയും പിടിച്ചിട്ട് ഇവിടെ ഒന്ന് ഇട്ട് നോക്കിയിട്ടേന് മുട്ട. അന്ന് എൻ്റെ ചെറുങ്ങനെ ഒന്ന് സ്ലിപ്പായിട്ട് ഈടെയുടെ ഒരു ചെറിയൊരു ക്രാക്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതതിൻ്റെ അടുത്ത് നോക്കുന്നുണ്ട്, ആവോന്നൊക്കെ അറിയില്ല. എന്തായാലും ഇത് ഒന്നും ഇരിക്കാൻ തുടങ്ങുന്നില്ല, അതേ ഇരിക്കാൻ തുടങ്ങുന്നില്ല. പ്രാവ് ഇങ്ങനെ പൈസ ഇറങ്ങുന്നുണ്ട് പൈസ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രാവ്. എൻ്റെ അവിടെ മുന്നിൽ തന്നെ നമ്മൾ കൂട് വെത്ത് വെച്ചിന്. അപ്പോൾ പ്രാവ് ആ പ്രാവ് കുറേ സമയം ചുറ്റുന്നുണ്ട്. ആ പ്രാവ് സ്ലോലി കയറിയാൽ മതി. നോക്കി പ്രാവ് എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ എന്നാ ഒരടാളായിട്ട് മനസ്സിലായില്ലേ? നമ്മൾ ആൺപ്രാവിനെ അതിനെ പായിപ്പിക്കാൻ നോക്കുന്നത്, അത് കുട്ടിയാവണ്ട. മനസ്സിലായി കയറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വേറൊരു നോക്കണം, ഒരു ഐഡിയയും കൂടി നോക്കണം. അപ്പം നമ്മൾ നശിച്ച് ഇപ്പുറത്തെ ആൾക്കാർ വന്നിട്ട് ഈ പാട്ട പൂച്ചിനെ കുളിപ്പിച്ചിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ ആ സബ്ജക്റ്റ് പോന്നു കോഴി കഴിച്ച് അത് നഷ്ടപ്പെട്ട് നമ്മളെ പ്രാവ് ഇതിൻ്റെ വിലക്ക് ഇനി ഇത് പോകുമെന്ന് നനക്ക വീട്. എൻ്റെ ഇടയ്ക്ക് അപ്പുറത്തുനിന്നൊരു ഇത് പറക്കുന്നുണ്ട്. ഇതെന്തൊരു കഷ്ടം, ഏത് സമയം നോക്കി നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ടമുണ്ട്. രാവിലെ കഷ്ടം, വൈകുന്നേരം ഇങ്ങനത്തെ ഓരോ ഉണ്ടാവും. ഇതെന്നാ ചെയ്യാൻ തിരിയുന്നേ ഒരു നമ്മളെങ്ങനെ വൃത്തിക്ക് പോറ്റാനും വിടുന്നില്ല. അല്ലെങ്കിൽ ഈ പൂച്ചക്ക് അങ്ങനെ കയ്യാകിയുണ്ടെന്ന് തോന്നുന്നത്. നമ്മളെങ്കിലും ഇറങ്ങുന്നില്ല, ഇറങ്ങണേ. നീ ഈ പ്രാവാറ്റ അതിന് എന്തെങ്കിലും ബുദ്ധി തോന്നി പറക്കുമെന്നുള്ള പേടിയാണ് ഇപ്പം എൻ്റെത്. ഞാനതിന് അതിനെ എങ്ങനെ ഇറക്കാൻ നോക്കട്ടെ. കുറേ സമയം തുള്ളും അതിന് ഗ്രിപ്പ് കിട്ടുന്ന ആ പൈപ്പ് ഞാൻ ഇങ്ങനെ ഇറക്കാൻ നോക്കട്ടെ. അപ്പം നമ്മളെ പ്രാവ് കഴിച്ച് ഈടുന്ന് ഇറങ്ങിയിട്ട് ഈടെ എത്തിയിട്ടുണ്ട് ഭാഗ്യത്തിന്.
ആൺപ്രാവാണ് guys. ഇത് നമ്മുടെ ആൺപ്രാവാണ് ആണ്. പിന്നെ ചെയ്യുന്നതൊക്കെ ഒന്ന് തീരുമാനമായിട്ട് ഒന്ന് ചെയ്യണ നമ്മളപ്പോൾ പൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അത് വിട്ട് കളയില്ല. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നമുക്ക് പറ്റുന്നത്ര നമ്മൾ ശ്രമിക്കാൻ വീഡിയോ നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇനി വേറൊരു ആൺപ്രാവിനെ നമ്മളിനി പറവേനെ കൊണ്ടുവരും അടുത്ത മാസം. അങ്ങനെ നമ്മൾ എന്തായാലും ആ പ്രാവിനെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരും കഴിച്ച് നിങ്ങൾക്ക് വേണ്ടി. നമ്മളെ പെൺപ്രാവിന് വേണ്ടി നമ്മൾ അതിനെ കൊണ്ടുവന്നിരിക്കും. അപ്പം ഇത് ഒറ്റക്കായതുകൊണ്ട് ഇതിൽ കുറച്ച് നല്ല രീതിക്കുള്ളൊരു പേടിയുണ്ട്. ഇവരാകുമ്പോൾ ഒരു പേടിയില്ല, ഇവർ രണ്ടാൾ പേരാണ്, ഇവർ രണ്ടാൾക്ക് പറ്റിയ സ്ഥലമുണ്ട്. പക്ഷെ ഇവനങ്ങനെയല്ല. അതുകൊണ്ട് ഇതിനെ നമുക്കൊരു പറവൻ എന്തായാലും വേണം. ഈ പൂച്ചാണ് ആ പ്രാവ് പോയി കിട്ടിയത്. എന്തായാലും അവനെ പൊളിക്കാൻ പ്രാവേനത്. ഇത് ആടെയെങ്കിലും അങ്ങനത്തെ ഏതോ സൈഡിലാണ്, എവിടെയോ സൈഡ് ആണ് പോകുന്നത്. അതെന്തായാലും ആ ഏരിയ നല്ല ആ പ്രാവ് വരുന്നത്, ഈ ഏരിയയിൽ എവിടെയോ ആണ് ആ പ്രാവ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ ഗൈസ്. നമ്മളെ ഇനി വേറൊരു അടിപൊളി വീഡിയോ വരുന്നവരെ നമ്മൾ ഈ ഷോർട്ട് വീഡിയോ അവന് മിസ്സാക്കാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഒരു പുതിയ വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നമ്മൾ ബൈ.